ഹായ് കുണിക്ക് പാട്ട് പറ്റില്ലടി. ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ 7 മണിക്കായിട്ട് നമ്മുടെ കുണുക്കന്മാരുടെ ചെണ്ട ഔട്ട് ക്ലാസ്സാണ്. അപ്പൊ ഞങ്ങളത് അവിടെ വന്ന് വെയിറ്റിങ്ങിലാണ്. കുണിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. കുണിക്ക് ഇന്നലെ ചെണ്ടോട്ടം പഠിക്കാൻ ചേരണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കുണിക്ക് എന്നിട്ട് വിളിക്കുമ്പോ എനിക്കുണ്ടായപ്പോ കുണുക്ക് നീ എന്തിന് പഠിക്കാൻ പോണെന്ന് പറഞ്ഞ് എന്ത് പഠിക്കാൻ പോണെന്ന് വെച്ചിരുന്നു. ചേർന്നൂടെ പിന്നെ ഇത് രാവിലെ ഒരു വീഡിയോ എടുക്കാൻ ഇന്നലത്തെ രാത്രി ഞാൻ കമന്റ് ഇപ്പൊ കുറെ കമന്റുകൾ നോക്കാറില്ല കേട്ടോ. എന്താ വെച്ചാൽ വയ്യ ശരിയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ നിങ്ങളെ അത് മുപ്പൊരു ഹാപ്പിനെസ്സിലാണ് ആ ഒരു ലേഡി ചിത്ര എന്ന പേരിലുള്ള ലേഡിയാണ് കമന്റ് ഇടുന്നത്. നിങ്ങളുടെ വീഡിയോ ഒക്കെ ആൾക്കാർക്ക് വെറുത്ത് തുടങ്ങി, നിങ്ങളുടെ വ്യൂവേഴ്സൊക്കെ കുറഞ്ഞു തുടങ്ങി, സന്തോഷമായിരുന്നു. ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് തന്നെ ഉള്ളൂ. അത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ആലോചിച്ചറിയാം. കുറച്ച് വർഷത്തേക്കാണ് ഏതും. പിന്നെ നമ്മളിങ്ങനെ വല്ല കണ്ടൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കഥകളായിട്ട് ഇങ്ങനെ എടുത്തു പോവുകയാണെങ്കിൽ, ഇങ്ങനെ സ്റ്റോറി ഭാഗങ്ങളായിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോയോണ്ടേയിരിക്കും. അല്ലാണ്ടുള്ള ബാക്കി ഏത് ഒരു വീഡിയോയ്ക്കും ഒരു കാലഘട്ടം വരെ തന്നെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 6 വർഷത്തോളം ഈ ഫീൽഡിൽ പിടിച്ചു നിന്നു. അതൊരു ഭാഗ്യമായിട്ടാണ്. ഞാൻ 6 വർഷം ഞാൻ നിങ്ങളെ വെറുപ്പിച്ചിട്ടായാലും സന്തോഷിച്ചിട്ടായാലും ഒരുപാട് ആൾക്കാർക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടായാലും ഇന്നും ഞാൻ ഇടുന്ന ഒരു വീഡിയോയിൽ ആർക്കെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ, ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാണ്ടിരിക്കില്ല. ഒരു സംസാരിക്കുന്ന വീഡിയോയിൽ മാത്രമല്ല, അതല്ലാണ്ട് വീട്ടിലെ കുക്കിംഗ് വീഡിയോ ആണ്. എന്തെങ്കിലും ആൾക്കാർക്ക് അതിനൊന്ന് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ കൂട്ടിയിട്ട് ആഡ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഈ 6 വർഷം എന്നെ സംബന്ധിച്ച് ഈ യൂട്യൂബിൽ പിടിച്ചു നിന്നു എന്നുള്ളത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിജയം തന്നെയാണ്. അത്രയും മതി. അതല്ലെങ്കിലും എല്ലാ കാലഘട്ടത്തിൽ ഉണ്ടാവുമെന്ന് വെച്ചിട്ടൊന്നുമല്ല. നമ്മൾ ഉള്ള കാലഘട്ടം നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം നമ്മളത് സ്വീകരിച്ചു. ഇനി അടുത്ത കാലം വയ്ക്കുന്നത് എന്താ, എങ്ങനെയാണ്, അതിനോടുള്ള ചർച്ചയിലാണ്. അപ്പോൾ ഞാനും ഇനി അടുത്ത എന്ത് ബിസിനസ്സിലേക്കാണ് നമുക്ക് പോകേണ്ടത്, നമുക്ക് എങ്ങനെയാണ്, അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ചിത്രക്ക് ഇത്ര സന്തോഷിക്കാൻ എന്തായി? നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നോണ്ട് ചിത്രക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നോ? അല്ല, അത്ര സന്തോഷിച്ചിട്ട് ഇങ്ങനെ അതിന് മോളെ ഞാൻ നേരിട്ടിട്ട് കണ്ടിട്ടോ. നിങ്ങൾക്കൊരു ശത്രുത ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എന്തെങ്കിലും എൻ്റെ ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ പോയ സമയത്ത് അവരോടുള്ള ഒരു ഇത് കാണിച്ചോളൂ. അവരടക്കം ഇത് മനസ്സിലാക്കി, തെറ്റ് മനസ്സിലാക്കി തിരിച്ച് എൻ്റെ മക്കൾ എൻ്റെ അടുത്തേക്ക് എത്തി. പിന്നെ ഞാൻ വേറെ ആർക്കും ഒരു ദ്രോഹം ചെയ്തായിട്ട് എനിക്കൊരു അറിവില്ല. പിന്നെ എന്തായാലും ചിത്രക്ക് സന്തോഷിക്കാൻ നിങ്ങളായിട്ടൊരു വഴി ഒരുക്കിയതിന് ദൈവത്തോട് നന്ദി പറയാം ചിത്ര. അതാ ഇപ്പം എനിക്ക് പറയാനുള്ളത്. ഇപ്പം എന്തായാലും ചിത്ര ഏത് വീട്ടിലായാലും എന്തെന്നെ ആയാലും ഓരോ സമയത്ത് ഓരോ കാലക്കേട് വരും. ആ കൂട്ടത്തിലാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ. എന്താ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പഴുത്ത പ്ലാവിലെ വീട് കണ്ട് പച്ച പ്ലാവിലെ ചിരിക്കരുത്. ചിത്രയ്ക്കുള്ള അനുഭവം തന്നെയാ കൂട്ടമോളെ. നാശം കണ്ട് സന്തോഷിക്കുമ്പോ ഒന്ന് ചിന്തിക്കുക. ഈ ഒരു 10-40 ഈ ഇൻസ്റ്റയില് യൂട്യൂബിൽ ഒരു കാര്യമുണ്ട്. ഒരു ഏജ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് യൂട്യൂബിൽ ഇൻസ്റ്റയിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? നമ്മൾ ഒന്നില്ലെങ്കിൽ കോടീശ്വരന്മാരായിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും ലോ ഇതിനാണ്. അങ്ങനത്തെവർക്ക് ആകുമ്പോൾ മതിയോ കോടീശ്വരന്മാരുടെ കുറേ ഭംഗിയും കാര്യങ്ങളും വീട് ഭംഗിയാണ് വേണ്ടിയിട്ട് വീഡിയോസുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഏറ്റവും ലോ ആകുമ്പോൾ കുറേ കഴിവരിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കണം, ആ ഒരു ഇതിൽ കാണുന്നവരുണ്ട്. അപ്പോൾ ഇടയിൽ നിൽക്കുന്നവർക്ക് ഒരു പരിധിയിൽ ജീവിച്ചു ഭയങ്കര പണിയാണ്. അത് എല്ലാ കാര്യത്തിലും, എല്ലാ അർത്ഥത്തിലായാലും. ഇപ്പോൾ പറഞ്ഞ അങ്ങനെ ഒരു കാലഘട്ടമാണ്. എന്ത് കാരണത്തിലും നമ്മുടെ ലൈഫിൽ എന്തൊരു കാരണത്തിലും അത് ഇതാണ്. അപ്പോൾ കാശുണ്ടെങ്കിൽ കൂടുതലും ആൾക്കാർ ഏവറേജിൽ നിന്ന് പോകുന്നവർക്ക് എപ്പോഴും കുറ്റങ്ങളും കുറവുകളും കൂടുതലാണ്. ബാക്കി ഏറ്റവും ഹൈ നിൽക്കുന്ന അവരെ ഒന്നും ഏറ്റവും പാവങ്ങൾ എന്താ ചെയ്യുക. അപ്പോൾ ഈ ഇടയിൽ നിൽക്കുന്നവർക്കാണ് ഏറ്റവും പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അപ്പോൾ എന്തൊരു ഫങ്ഷൻ വന്നു, അപ്പോൾ എന്തൊരു ഈ യൂട്യൂബിലെ ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ചെറുപ്പം ആൾക്കാരായിട്ട് അവർ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അവരെ വിളിക്കാൻ ആൾക്കാരുണ്ടാവും, കാര്യങ്ങളും. അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാരെ പ്രൊമോഷൻ വീഡിയോസിനായാലും എന്തിനായാലും ഒന്ന് തഴയും, ഒരു അടി പിന്നാക്കാണ്. നമുക്കറിയാം യൂട്യൂബ് ചാനൽ ഒരു പ്രൊമോഷൻ വീഡിയോ എന്തോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും മാത്രം, നമുക്ക് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഒരു ഏജുള്ളവരൊക്കെ നിൽക്കണമെങ്കിൽ ഇടയിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും. ഇപ്പം നിങ്ങൾ ഈ ഇത്രയും ഏജുള്ളവരാകുമ്പോൾ
എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് പരസ്പരം തമ്മിൽ അറിയുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിപാടി വരുമ്പോഴടക്കം നമ്മളെ മാറ്റിയിടുക എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാരണം എന്നെ സംബന്ധിച്ച് അത് നമുക്കതൊരു വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് അതൊരു വിഷയം. എനിക്ക് എന്തെങ്കിലും പരിപാടി പോവാ, ഇപ്പം ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പൊന്നു പോയി കുഞ്ഞിൻ്റെ കൂടി കല്യാണം മുടങ്ങിയ ശേഷം ഞാൻ ഒരു കല്യാണങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്ക് എന്തോ കുഞ്ഞ് പോയോടുകൂടി കല്യാണങ്ങളോ ഒരു ഫംഗ്ഷനോ പോകാൻ എനിക്ക് ഇഷ്ടമല്ലാണ്ടായി. ഇപ്പം അന്നേട്ടനെ പറയും ഇപ്പം അടുത്തന്നെ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ കല്യാണം പോകാൻ പറഞ്ഞാൽ ഞാൻ ഇല്ല, എനിക്ക് അങ്ങനെ പോകാൻ തോന്നണില്ല. ഒരു ബന്ധുവിൻ്റെ കല്യാണം ഉണ്ടായപ്പോൾ പൊന്നാണ് അമ്മ പോയിരിക്കും, അത് മോശം, നമുക്ക് പോകാൻ ഇപ്പം അതൊരു പിണക്കാവാക്കണ്ട പോയിരിക്കും, അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് എന്നോട് വെച്ചാൽ ഞാൻ ഇപ്പോൾ കല്യാണമൊക്കെ ഒന്നിന് പോയി ഞാൻ ഒരു ഫംഗ്ഷന് പോകാനും എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ 42 വയസ്സുകാർ ഇന്നൊരു യൂട്യൂബിൽ പിടിച്ച് നിന്നല്ലോ. ഇത്രയും വർഷമല്ലേ കേട്ടാ, അത് മതി. ഇൻസ്റ്റയില് ഒന്നുമില്ലാത്ത ഞാൻ ഇന്നിപ്പോൾ ഒരു 62K ഫോളോവേഴ്സ് എനിക്കുണ്ട്. അത് ഞാൻ എവിടെയും കാണിച്ചിട്ടോ വൃത്തികേട് കാണിച്ചിട്ടോ നേടിയെടുത്തതല്ല. ഞാൻ എൻ്റെ ഫാമിലിയെ ചേർത്ത് പിടിച്ചിട്ടുള്ള വീഡിയോകൾ തന്നെയാണ്. എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഒന്നിനും ഞാനും എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളും, അല്ലെങ്കിൽ എൻ്റെ മക്കൾ, അങ്ങനെയാണ് എൻ്റെ ഇൻസ്റ്റയിൽ വീഡിയോ പറയുന്നത്. ഞാൻ വൃത്തികേടായിട്ട് ഒരു കാര്യങ്ങൾ കാണിച്ചിട്ടോ ഒരു ലൈവ് വന്നിട്ടോ കാര്യങ്ങളോ നേടിയെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 62K ഫോളോവേഴ്സും. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഈ വയസ്സിലേക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഞാൻ അല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്ന് എനിക്കപ്പോൾ ചിത്ര ഒന്ന് ചിന്തിക്കുക, ഈ വയസ്സിൽ ഞാൻ ഇതുവരെയൊക്കെ വീഡിയോ സ്വന്തമായിട്ട് വീട്ടിലെ പണികളും കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും നോക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്യലും ഞാനാ. അതാണ് ഈ 42 വയസ്സായിട്ട് ഞാൻ ഒരുപാട് 100,000 അസുഖങ്ങൾ, ഗുളികകൾ, 100,000 ടെൻഷനുകൾ, അതിൻ്റെ എൻ്റെ മക്കളെ പഠിപ്പ്, എൻ്റെ ലൈഫിൽ ഓരോ ഇതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇത്ര വർഷം എനിക്ക് തോന്നുന്നു ഇത്രയും വിദ്യാഭ്യാസം കുറവുള്ള ഞാൻ പരമാവധി യൂട്യൂബിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ട്. പിന്നെ സമ്പാദ്യം ഞങ്ങൾക്ക് കാണാത്ത എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അപ്പുറത്ത് ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബാധ്യത എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഫുഡ് കഴിച്ചു, നിങ്ങളുടെ ഡ്രസ്സ് എടുത്തു. ഞാൻ എത്രയോ വർഷമായി നടക്കും കാശ് കൊടുത്തിട്ട് ഡ്രസ്സ് മേടിച്ചിട്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലായി. ഞാൻ റിലയൻസ് എന്നുള്ള ചാവക്കാടുള്ള റിലയൻസിൻ്റെ അവരുടെ പ്രൊമോഷൻ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് ഈ ഡ്രസ്സ് ഞാൻ പെണ്ണെല്ലാം എൻ്റെ ചുരിദാറുകളും അവരെനിക്ക് തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു നല്ലൊരു ചുരിദാർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചാവക്കാടുള്ള റിലയൻസ് എന്നാണ് കേട്ടോ. അത് നല്ല ചുരിദാർ അവർ കൊടുക്കണതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ നിലനിന്ന് പോകാൻ പറ്റണത്. തീർച്ചയായിട്ടും അവരെ പെരുമാറ്റം റിലയൻസ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സംഭവം. അവർക്ക് ഞാൻ കൊടുക്കുന്ന പ്രമോഷൻ മാത്രമൊന്നുമല്ല കേട്ടോ, അവർക്ക് എന്നോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു ചേച്ചി എന്നുള്ള നിലയ്ക്കുള്ള ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഉള്ളതിനാണ്. അതിന് ശേഷം ഞങ്ങൾക്ക് ചുരിദാറിൻ്റെ പ്രൊമോഷൻസ് പല സ്ഥലത്ത് നിന്ന് എനിക്കും വന്നിട്ടുണ്ട്, പൊന്നിനും വന്നിട്ടുണ്ട്, കുഞ്ഞിനും. നമ്മളാരും വേറൊരു കടകൾ പ്രൊമോഷൻ ധരിച്ചില്ല. എന്താ വെച്ചാൽ നമ്മൾ അവരിൽ നിന്ന് ഇതുവരെ ക്യാഷ് മേടിച്ചില്ല. അവർ സന്തോഷത്തോടെ അങ്ങനെ ചുരിദാർ തന്നെയാണ് നമ്മൾ പ്രൊമോഷനായിട്ട് നമ്മൾ ഇട്ട് കാണിച്ചിട്ടുള്ളൂ. ₹1 പോലും നമ്മൾ അവരിത് ക്യാഷായിട്ട് കാരണമായിട്ട് മേടിച്ചിട്ടില്ല. അപ്പോൾ ഇന്നും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ നിന്നുള്ള സ്വീകരണം, അവരെ കാണുമ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷം. ഞങ്ങൾ ആ ഷോപ്പിൽ കയറി പോകുമ്പോൾ ഒരു അന്യരുടെ എന്തില്ല, ഞങ്ങളുടെ കൂടെ പുറപ്പുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം വരെ ഈ നിമിഷം വരുന്നല്ലോ. ഞാനായിട്ട് എപ്പോൾ പോയാലും എനിക്ക് അവർ ഡ്രസ്സ് തരുന്നുണ്ട് പോലും ഞാനങ്ങനെ പോലെ അവർ വിളിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എനിക്ക് കയറി ചെയ്താൽ എനിക്ക് അവിടെ നിന്ന് തരുന്ന എനിക്ക് അറിയണോണ്ട് ഞാൻ പോവാറില്ല. ഡ്രസ്സ് മേടിക്കണമെന്ന് തോന്നിയ പോലെ ഞാൻ പറയുന്നത് വെച്ചാൽ അവർ കാശ് മേടിക്കും. എനിക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അവരെ വിളിക്കും, ചേച്ചി ഒന്ന് വരുമോ നമുക്ക് നോക്കാം, അങ്ങനെ പറയുന്ന സമയത്ത് മാത്രമേ ഞാൻ പോയി ഏറ്റവും. ഞാൻ ഒരാളുടെ അതിമോഹത്തിൽ കാശ് തട്ടിപ്പറിക്കുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ഞങ്ങളുടെ ലൈഫിൽ കുറേ ട്രാജഡികൾ അത് നിങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് യാത്ര ചെയ്ത് വേണ്ടി ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളും ആഗ്രഹിച്ച കുറേ സന്തോഷങ്ങളുണ്ടില്ലേ. എൻ്റെ ഭർത്താവ് ഗൾഫുകാരനായിരുന്നു. എപ്പോഴേലും ഒരു കൊല്ലത്തിന് ലീവിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ആകെ ഒന്ന് പോവാ തൃശ്ശൂർ. അതുപോലെ വലിയൊരു ട്രിപ്പാണ്. വലിയ ശോഭ സിറ്റി പോവാച്ച വലിയ ട്രിപ്പായിരുന്നു. അത് ബസ്സിൽ അങ്ങോട്ട് കയറി പോവാച്ച നല്ല ട്രിപ്പായിട്ട് നമ്മൾ. പിന്നെ കൊല്ലത്തിലൊരിക്കൽ പോണ ഗുരുവായൂര്, പിന്നെ ഒരു വിഷ്ണുവാണ് നമ്മൾ. ഇതായിരുന്നു അതിൻ്റെ ഞങ്ങളുടെ യാത്ര. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയില്ല. ഞങ്ങൾ രാവിലെ ഇരിക്കുക, വീട്ടിലെ പണിയുള്ള കഴിയുക, മക്കൾക്ക് ഫുഡ് അയച്ചു കൊടുക്കുക, കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുക. ഇതായിരുന്നു ഞങ്ങളുടെ കുറേ വർഷം ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടല്ല. അന്നും ആഗ്രഹങ്ങളുണ്ട്, ട്രിപ്പ് പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല. അന്നത്തെ ശോഭ സിറ്റി ഇന്നത്തെ തിരുവനന്തപുരത്തെ ലുല്ലൂല് പോണ പവറായിരുന്നിട്ട് സത്യമായിട്ട് അത്രയും ഭയങ്കര ഒരു ഞങ്ങൾക്ക് എങ്ങോട്ട് പോവാനില്ല, നമുക്ക് എങ്ങോട്ട് പോവാനില്ല. നമ്മുടെ ബന്ധുക്കൾ വണ്ടി ഉണ്ടായാൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നിട്ടില്ല. പക്ഷെ
ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വണ്ടി എല്ലാ സ്കൂളിലൊന്നും ഇങ്ങനെ ചില സമയത്ത് ഫോം ചെയ്തു വണ്ടിയുള്ളവർ റേറ്റ് ഇത് ഉള്ളവരിങ്ങനെ ഫോമിൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ സൈക്കിള് പോലും ഇല്ലല്ലോ അമ്മ, നമ്മുടെ പോലെ വേറെ ആരും ഉണ്ടാവില്ല സൈക്കിളും സ്കൂട്ടിയും വീട്ടിലില്ലാത്തവരിൽ. അങ്ങനെ ജീവിച്ച ഞങ്ങൾക്ക് ഇന്ന് ഈ യൂട്യൂബാണ് ഈ ഒരു വണ്ടി ഞങ്ങൾക്ക് തന്നത്. അതെ, യൂട്യൂബ് അന്നേരം ഒരു വണ്ടി ഒന്നല്ല, നമ്മുടെ മുറ്റത്ത് ഏത് സമയത്ത് ഒരു 3 കാറ് നിൽക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. അതെ, പിന്നെ മരുമക്കളിലായാലും അതിനൊരു ഭാഗ്യമുണ്ട്. ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വഴിയല്ല പേര് എടുത്തത്, ഒരാളുടെ ആൾ വഴിയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ആ ആളുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ യൂട്യൂബുകാരുടെ ബന്ധുവാണ്, അല്ല ആ യൂട്യൂബിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങൾ കയറി പറ്റിയതല്ല. ഞങ്ങളുടെ സ്വന്തം കഷ്ടപ്പാടിൽ കയറി പറ്റുക എന്തോ ആവട്ടെ ഞങ്ങൾ യൂട്യൂബിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉപ്പം മുളക് ലൈറ്റ് എന്നുള്ള ചാനൽ ഞങ്ങളുടെ പേരിൽ ഞങ്ങളായിട്ട് തുടങ്ങി. ഞങ്ങൾ ഒരാളുടെ പ്രൊമോഷൻസിലൂടെ കയറി വന്ന ആൾക്കാരല്ല, ഞങ്ങളുടെ കുറച്ചുള്ളൂ മതി, ആ കുറച്ച് ഞങ്ങൾ ആയിട്ട് എടുത്ത് വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ കണ്ട് ചിലപ്പോൾ ഞങ്ങളുടെ ഇതോടുകൂടി വീഡിയോ എടുത്ത് എന്താ വെച്ചാൽ എൻ്റെ ഫോൺ ഏകദേശം ഈ ഫോണിൻ്റെ പണിയൊക്കെ തീർന്നു, ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാത്ത ഒരാൾ അത് കൈപ്പിടിച്ച് നടക്കുക, അത് ആവശ്യമായിട്ടല്ല. എന്തൊരു സമയത്ത് പിള്ളേരിൻ്റെ കൈ വീഴുമ്പോൾ ഞാൻ ചേട്ടനോട് എൻ്റെ കൈമ്പോ ഈ കുണുക്കനെ ഞണ്ട് പിടിക്കുമ്പോൾ വീണ് പോകേണ്ടതിൻ്റെ ഇന്ന് പെട്ടെന്ന് വീണ് എനിക്ക് ആ വിഷമാണ് ഞാൻ എൻ്റെ അടുത്ത് അതാ ഞണ്ടത് പറയാണ്ട് വീണ് പോയി. അതെന്താ നമുക്കത് പിടിച്ച് ശീലമില്ല, അതുകൊണ്ടാവും വഴിക്ക് വീഴുന്നത്. എന്നിട്ട് ആരോട് പറയും ഫോൺ മാറ്റണ്ടേ, ഫോൺ വീഡിയോ എടുക്കണ്ടേ, നമ്മൾ ഞാൻ അത് മാറ്റാനുണ്ട്. നമ്മൾ ചെറിയ ഫീൽഡിൽ ഞാൻ അധികം നാളുണ്ടാവില്ല. പിന്നെ നമ്മള് ഈ ഫോൺ ഐഫോൺ മേടിക്കുമ്പോൾ എങ്ങനെ പോലും ഒരു നമുക്ക് അടവ് ഇടണമെങ്കിൽ പോലും ഒരു 50,000 ക്യാഷ് ആയിട്ട് കൊടുത്താൽ നമുക്ക് അടവ് തന്നെ കിട്ടുള്ളൂ, ഇത്ര വരില്ല. അപ്പോൾ കുഞ്ഞിനും പൊന്നും ഷെബിയൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മ ഈ ഫോൺ കൊണ്ട് എങ്ങനെ നടക്കണമെങ്കിൽ ഈ ഫോൺ എത്ര നാളാണ് പിന്നെ ഫോൺ കൊടുത്തത്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളിത് ഇതൊക്കെ നിർത്തി ഞങ്ങൾ ചെറിയൊരു ബിസിനസ്സാണ്, ചെറിയൊരു കട എന്തെങ്കിലും ആക്കി ഞങ്ങൾ മാറും. പക്ഷെ നമുക്ക് അതിനൊരു നമുക്കല്ല എല്ലാം എന്ത് ചെയ്യുന്നതിന് നമുക്കൊരു അത് തപ്പി നടക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഫീഡായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ശല്യമാണെങ്കിൽ ഞങ്ങൾ ഇനി ഫീഡിനില്ല വെച്ചുകൊണ്ട് സത്യം പറയാലോ ഇന്ന് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രശ്നങ്ങളൊക്കെ വീഡിയോ ലോട്ടറി അടിക്കുകയാണെങ്കിൽ പോലും ഞാൻ യൂട്യൂബിൽ നിന്ന് പിന്നെ ജീവിതത്തിൽ വരില്ല. ലോട്ടറി ഒന്നും അടിക്കണ്ട, നമ്മുടെ ബാധ്യത തീർന്ന പിന്നെ ഈ പരിപാടി നിർത്തും. സത്യം പറയാം, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം വേണം. ഞങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണ്, ഫ്രീ ആയിട്ടൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഒരു ബിസിനസ് ഇട്ട് ഞങ്ങളതിന് ജീവിക്കാൻ തയ്യാറാണ്, ഞാനതിനായിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ മക്കളെ നോക്കാനുള്ള ഒരു വരുമാനം, എൻ്റെ മക്കളെ പഠിപ്പിക്കാനുള്ള വരുമാനം, ഞങ്ങൾ കുറച്ച് പ്രശ്നമുണ്ട് തീർക്കുക. ഇത് തീർന്ന പിന്നെ യൂട്യൂബ് എന്നുള്ള സാധനത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ ചിത്ര ചേമ്മി ആ ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു ഞങ്ങളുടെ മുഖം യൂട്യൂബിൽ കാണാണ്ട് കഴിഞ്ഞു. അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്യാൻ പോണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുടുക്കൻ്റെ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങളായിട്ട് തന്നെ ആക്സയുടെ പുതിയ ഒരു എന്താ പറയുക ഷോപ്പ് ഉദ്ഘാടനം വേണ്ടി ഇരിഞ്ഞാലക്കുട തന്നെയാണ്, 12-ാം തീയതിയാണ്. അപ്പോൾ അതിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെയെങ്കിലും നമ്മളെ തിരിച്ചറിയൂല ആൾക്കാർ, അല്ല അത് വന്ന വഴി മറക്കില്ല എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഇതാണ്. അതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. എനിക്ക് ഇത്ര ദൂരം പോകാൻ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എനിക്ക് ഇത്രയും എനിക്കൊരു 1-2 വർഷത്തോളമായി ഞാൻ അവരെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഇത്ര വർഷം അവരെനിക്ക് തന്ന സപ്പോർട്ട്. ഞാൻ എപ്പോൾ പോകുമ്പോഴും അവർ ചിരിച്ച മുഖത്തോടാണ് എൻ്റെ ഹെയർ സെറ്റ് ചെയ്തെല്ലാം കാര്യങ്ങളും. എന്താ വെച്ചാൽ നമുക്കൊരു 3-4 മാസം കൂടുമ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ സന്തോഷത്തോടു കൂടിയിട്ടാണ് എനിക്ക് ചെയ്തത്. ഞാൻ ഇന്ന് ഇത്രയും സുന്ദരിയായിട്ട് ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ ഹെയർ എക്സ്റ്റൻഷനോടാണ്. എന്താ വെച്ചാൽ എനിക്ക് ഞാൻ മെഡിസിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ ഹെയറൊക്കെ മൊത്തം കൊഴിഞ്ഞു പോയി. എനിക്ക് അധികമൊന്നും വേണമെന്നില്ല, കുറച്ച് ഉള്ളത് തിക്കിൽ വേണമെന്നുള്ളൊരു ആളായിരുന്നു. പക്ഷെ എല്ലാം പോയപ്പോഴാണ് ഞാൻ ഇത് വന്നത്. പക്ഷേ ഇതുകൊണ്ട് ഞാൻ ഇപ്പം ഇന്ന് നല്ല സുന്ദരിയായി നടക്കണം. എവിടേക്ക് പോകുമ്പോഴും ഭയങ്കര ആത്മവിശ്വാസമാണ്. നമുക്ക് മുടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡ്രസ്സ് ഇട്ട് പോകുമ്പോഴും ഇനി മുടി ഇടണം കെട്ടണം അങ്ങനെ വെച്ചാൽ എന്തൊന്നുമില്ല, കുളിക്കാതെ ഇങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കാൻ എന്നാലും ഭംഗിയാണ്. അപ്പോൾ അവരുടെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതിനൊക്കെ ഒന്ന് പോകണം. അപ്പം അതിന് മുന്നേ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനത് അവിടെ കുറച്ച് നേരം പോസ്റ്റ് ചെയ്തിട്ട് അവിടെ കുടിക്കുമ്പോൾ ഫോണിൽ നിന്ന് കളിക്കുന്നുണ്ട് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത്
വീട്ടിൽ വന്നു, ചായ കുടി കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾ ഇരിഞ്ഞാലക്കോട് പോകട്ടെ. ഇരിഞ്ഞാലവിടെ ആക്സേരിക്കാണ് പോകട്ടെ. നമ്മുടെ ഹെയറിൻ്റെ സർവീസിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ആക്സേരിക്കാണ് കേട്ടോ. അപ്പോൾ അവരെ പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. യൂണിക് സെലൂണാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഒത്തിരി കുരുത്തക്കേട് ചെയ്യട്ടോ, വേറെ ഒന്നുമില്ല. അതിന് മൂത്രം വയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ട നിന്നതുള്ള, പക്ഷേ വണ്ടിയാണ്ട് നിർത്താൻ പറ്റാത്തൊരു സ്ഥലം, നമുക്ക് സൈഡാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടിയിൽ അവസരം പോകേണ്ട വെച്ച് കഴിഞ്ഞാൽ വേഗം ഒരു കുപ്പി എടുത്ത് കൊടുത്തു. അപ്പോൾ ആ കുപ്പിയിൽ നിന്ന് മൂത്രം വയ്ക്കുന്നുണ്ട്. ചെറിയാണ് ഈ കാണുന്ന ചെക്കൻ്റെ അട്ടഹാസം. അങ്ങനെ ഞാൻ അവർ നല്ല വിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങും കാര്യങ്ങളും ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു ആക്സൈഡ് ഷോപ്പ് വന്നിട്ടുള്ളത്. യൂണിക് സെലൂണാണ്. ഫാമിലി എല്ലാവരും കൂടി വന്ന് ഇപ്പോൾ അഞ്ചേട്ടനും പിള്ളേർക്ക് വണ്ടിയിലല്ലായിരുന്നു. ഞാൻ അടുത്ത പ്രാവശ്യമായിട്ട് അവർക്കും ഇറങ്ങുക ഹെയർ കട്ട് ചെയ്യാനും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫേഷ്യലും കാര്യങ്ങളും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ അച്ഛനും മക്കളും നമ്മുടെ നിന്നുള്ള പഠിപ്പാണ് ഈ കാണുന്നത് കേട്ടോ. കുണുക്ക് തന്നെയാണ് കൊല്ലാനും ഭാഗ്യം. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നത് ഹൈലൈറ്റ് മാളിലേക്ക് കേട്ടോ. വേറെ ഒന്നുമല്ല, വിഷുവും ഒക്കെ അല്ലേ. അപ്പോൾ കുണുക്കിയും കാത്തുമിക്കും ഓരോ ജോഡി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റുള്ളടത്ത് മേടിക്കുമ്പോഴൊക്കെ ഒരാൾക്ക് ഡ്രസ്സ് തന്നെ മേടിക്കണമെങ്കിൽ ഒരു 1000 രൂപ വേണം. ഇതൊക്കെ ആകുമ്പോൾ ഒരു 300, 350, 400 ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഡ്രസ്സായിട്ടാണ്. അതാണ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് മാളിൽ വന്നിട്ടുണ്ട്. കുണിക്കിക്ക് ഇങ്ങനത്തെ പാൻറ്റും പെന്നിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ ഹൈലൈറ്റ് മാളിൽ നിർത്തി തന്നെയായിട്ട് ഇതുപോലെ പ്രാവശ്യം ഓഫറിൽ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ലുലുവിൽ കയറി. വേറെ ഒന്നുമില്ല, നമ്മുടെ അരിയും വെളിച്ചെണ്ണി കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹൈലൈറ്റ് മാളുള്ള ലുലുവിലേക്ക് തന്നെയാണ് കയറിയത്, ഹൈപ്പർ മാർക്കറ്റ് കയറിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തരിങ്ങനെ നടക്കുന്നത് ഞങ്ങളിങ്ങനെ ഓഫറുള്ള സാധനങ്ങൾ ഇങ്ങനെ തിരഞ്ഞ് ഓഫറുള്ള എല്ലാ സാധനങ്ങളും മൊത്തം നമുക്ക് മേടിക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയിട്ടാണ് ഈ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനമാണ് കോഴിമുട്ട. ഇനി ഞാനും എന്നോട് കുറച്ചധികം ഈ കോഴിമുട്ടയും പച്ചക്കറിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ തട്ടിമുട്ടി പോകണമെങ്കിൽ ഒരാളോട് നെഞ്ചിത്തടി കരച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ഫുഡ് കഴിക്കുക ഈശ്വരാണ്ടിട്ടാ. സത്യമാണല്ലോ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. കുറച്ചൊക്കെ എന്താ പറയുക, ചോറിടാൻ പറ്റാനൊരു ഭാഗ്യം ഇല്ല കേട്ടാ. അപ്പോൾ അത് പറ്റാണ്ടാകുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അതിനുണ്ട് ടെസ്റ്റ് ചെയ്ത് കുറച്ച് ഷുഗറും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുണ്ട് ഞാൻ ഇനി ചോറ് ഞാൻ ഇങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ കഴിക്കണ പോലെ തന്നെ കഴിക്കാൻ പറ്റാണ്ട് ഞാനിങ്ങനെ വെച്ചാൽ ഇപ്പം വിശന്ന് വലഞ്ഞിട്ട് ഇങ്ങനെ ടൈമാണ്. ഞാൻ കുറേശ്ശെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് അച്ഛനും മക്കളും വാഷ്റൂമിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമുണ്ട്, ഒരു ജ്വല്ലറിയുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ അവിടുത്തെ കുഞ്ഞു മോതിരം വളയും ഒക്കെ നോക്കി ആസ്വദിക്കാട്ടാണ്. നമുക്ക് ആസ്വദിക്കാൻ കാശ് കൊടുക്കണമല്ലോ. പക്ഷേ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആകട്ടെ എന്തെങ്കിലും ഒരിക്കലും ഈ ജ്വല്ലറിയിലൊക്കെ എനിക്കായിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും എടുക്കാൻ സെലക്ട് ചെയ്യാൻ പോയാലും മതി. അത് കണ്ടിട്ട് ഇങ്ങനെ നിരാശ പിടിച്ചിരിക്കുക. എന്നും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് ഇഷ്ടത്തിന് കുറച്ച് സ്വർണ്ണമൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കട്ടെ. ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മുടിയൊക്കെ നരച്ചു തുടങ്ങി. അടുത്ത കാലത്തൊന്നും നടക്കില്ലെന്ന് മനസ്സിലായി, പ്രായമായി തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എണീച്ച് വീണ്ടും നമ്മൾ ചെണ്ടകൊട്ട ക്ലാസ്സിൽ കൊടുക്കനെ കൊണ്ടാക്കി 7 മണിക്കാണ്. അപ്പോൾ നമ്മൾ 5:45 എണീച്ച് കുളിച്ച് വന്നിട്ട് കുളി കഴിഞ്ഞ ആളാണ് കിടന്ന് ഉറങ്ങണിട്ടാ. അപ്പോൾ നേരെ കൊടുക്കനെ അവിടെ ക്ലാസ്സിന് ഇറങ്ങി ഞങ്ങൾ മലങ്കര ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. അതിന് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വന്നിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കുടിക്കുമ്പോൾ ഉറക്കം വന്നിട്ട് കുടിക്കുമ്പോഴോടെ ഇരിക്കുക കേട്ടോ. ആദ്യം അതിനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന കാണിക്കുന്നത്. കൊളസ്ട്രോള് വലിയ കുഴപ്പമില്ലല്ലോ. 3 ടെസ്റ്റ് ചെയ്തല്ലോ. ഇതെന്ത് 2 ഫോണൊക്കെ അഹങ്കാരം, 2 ഐഫോണുള്ള എൻ്റെ അഹങ്കാരം. അവിടെ കരയണില്ല. അച്ചാച്ചൻ വീണ്ടും അച്ചാച്ചനായി. കാറ്റുന്നുണ്ടിണ്ടാവണോ? അയ്യോ നോക്കടാ ഉണ്ടാവാ. ഇനി ലേബർ റൂമിന്റെ പുറത്ത് 3 നോക്കി ഞാൻ ഇരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം 2 ആണെങ്കിൽ ഈ പ്രാവശ്യം 3 ലേബർ റൂമിന്റെ മുന്നിൽ ഞാൻ. അതെ വല്ല വേണ്ട ഓർഡർ 3 ഞാൻ നോക്കേ.
ഇതെപ്പോ പൊന്നുകുഞ്ഞിനെ അറിയിച്ചാ എന്താ അറിയിക്കണേ കാണിക്കാതെ അങ്ങോട്ട് വരാൻ ഇനി രണ്ടാമത്തോൾക്ക് കൂടി ഇപ്രാവശ്യം കിട്ടിയേക്ക് ഹാപ്പി നമുക്ക് വരെ കാശിനാവശ്യത്തിന് കുഞ്ഞിനെ വിളിക്കേ ഒരു ഫോണിൽ വിളിക്കേ ഇതിലേതോ ഉണ്ണി പൊന്നേച്ചിയാ പൊന്നേച്ചി ഇതിലേതുണ്ണിയാ പൊന്നേച്ചിട്ടുണ്ണി അപ്പൊ രണ്ടെണ്ണ രണ്ടെണ്ണം അമ്മാമ്മക്കുള്ളതാ കാത്തു ചേച്ചിയാ ഇനിയിപ്പോ വാശിയൊന്നും പാടില്ല കേട്ടാ വലിയ പെണ്ണായി ഇനി പിന്നെ ചെക്കപ്പിന് മാസം നമുക്ക് പോണ്ടേ അറ്റാക്കൊന്നും വേണ്ട ദൈവമേ 4 കുട്ടി പട്ടാളേ അച്ചാച്ചന് ഷുഗർ ഇങ്ങനെ ബാക്ക് ക്യാമറയിൽ കാണിക്കട്ടെ കുഞ്ഞിന്റെ ഫേസ് ഇങ്ങനെ പിടിക്കും സ്ക്രീൻ വീഡിയോ ഓണാക്കിയ കണ്ണടക്കി കുഞ്ഞ എന്റെ സ്വപ്നം വലിച്ചു എന്റെ സ്വപ്നം എന്തായിരുന്നു വിശേഷം ഉണ്ടായിരിക്കണ പോലെ വാ കുഞ്ഞാ ഇനി അടുത്ത ദിവസം നീ കൂടി തന്ന അമ്മയച്ഛന് കാശിക്ക് പോകാൻ ടിക്കറ്റ് കഴിച്ചിട്ടാ അതാണ്ടല്ലേ കാണിച്ചത് കാത്തുന്റെ ഉണ്ണിയല്ലേ കാത്തുന്റെ വയറ്റിലുണ്ടിണ്ടാ ഞാൻ അറിഞ്ഞില്ല കാത്തു ചേച്ചി വെല്ലേച്ചി കാത്തു ചീച്ചമ്മ 2 കുട്ടികളെ തന്ത വയസ്സായ തന്തേ നിന്റെ അച്ഛൻ തന്തേ ഇവന് ഈ അടുത്തായിട്ട് പ്രായം തോന്നിച്ചു തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് 2 കുട്ടികളുടെ അച്ഛനായിട്ട് ഇനി നിങ്ങളുടെ കൂടി സന്തോഷാർത്ഥം തരുമോ നീ മേക്കപ്പ് ചെയ്യാൻ എങ്ങനെ പോണ് അതെ എന്നിട്ട് എപ്പോഴും വയറാണ് വരുന്നത് ഇവിടെ വയറൊക്കെ ഉണ്ട് ചേച്ചിക്ക് വരാത്തല്ലോ എനിക്ക് വയറുണ്ട് ചേച്ചി എന്റെ ഇപ്പൊ ഡേറ്റ് ആവും നമ്മൾ എന്നാവോന്ന് വെച്ചിരുന്നോരാ അപ്പൊ നീ അല്ല ഒന്നാലോചിച്ചോ അച്ഛമ്മയുടെ സ്വഭാവം കൂട്ടിയായിരിക്കും അച്ഛമ്മ പോയിട്ട് അച്ഛമ്മയുടെ വലത്തിലാണ് അച്ഛമ്മയുടെ സ്വഭാവം ആയിരിക്കും ഭാഗ്യമുള്ള അച്ഛമ്മയാ അതങ്ങനെ ഒരാള് മനുഷ്യൻ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വിശേഷം അങ്ങനെ എന്റെ മോള് 2ാമത്തത് അമ്മയായി ചീച്ചി ഉത്തരവാദിത്തോടു കൂടി ഇങ്ങനെ വരും പുറത്തേക്ക് പോവല്ലേ ഇങ്ങോട്ട് വരും ചേച്ചീനെ നന്നായി നോക്കണം അമ്മാമിക്ക് ഒരു പ്രാന്തായിരുന്നു കാത്തുവിന്റെ ബേബി അമ്മയുടെ വയറ്റില് എവിടെ കാത്തിന്റെ ബേബി എവിടെ ആനുണ്ണി പെണ്ണു മാത്ത വേണ്ട മാത്തപ്പന വേണ്ട ഇനി ആനുണ്ണി വേണ്ട പെണ്ണുണ്ണി വേണ്ട മാമന് കളിക്കാൻ കഴിഞ്ഞ മാമന് കളിക്കാൻ മാമിക്ക് കളിക്കാൻ ആഗ്രഹം ഫുട്ബോൾ കളിക്കാനാന്ന് അങ്ങനെ ഒട്ടും പ്രതീക്ഷയാണ്ടാട്ടോ നമ്മുടെ പൊന്നുവിൻ്റെ വയറ്റിലൊരു ഉണ്ണിവാവുണ്ട് എന്നുള്ളൊരു വിശേഷം നമ്മൾ അറിഞ്ഞത് കേട്ടോ. നമ്മൾ അറിഞ്ഞിട്ട് പോയതല്ല, നമ്മൾ പോവാത്ത ആൾക്കാരാ അല്ല ചേട്ടാ. ഇന്ന് നമ്മൾ അവിടെ നിന്ന് എനിക്ക് നാളെ ഒരു പരിപാടി അതിനോട് കൊടുക്കാൻ സാരി എടുക്കാൻ വേണ്ടി പൊന്നുവിൻ്റെ അടുത്ത് പോയതാട്ടോ. പൊന്നിനോട് അമ്മ വായോ, പൊന്നു ഇത് ഉദ്ദേശിച്ചിട്ടാണ് വരാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കേട്ടാ. അങ്ങനെ ഞങ്ങൾ ആ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞ സന്തോഷത്തിൽ ഞങ്ങൾ കുറച്ച് മധുരം മേടിക്കാൻ പോയതാട്ടാ. അപ്പോൾ അതിനേക്കാളും മുന്നേ നമുക്ക്
അറിഞ്ഞതല്ലേ, നമ്മൾ സന്തോഷാർത്ഥം അറിഞ്ഞ ആദ്യം എന്ത് വെക്കണം? മധുരം മധുരം കൊടുക്കണം. അപ്പൊ എൻ്റെ മക്കള് ഇങ്ങനെ ഒരു സന്തോഷാർത്ഥ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ മധുരം കൊടുക്കാണ്ടിരിക്കിട്ട് ശരിയില്ല. അപ്പൊ ഞങ്ങള് എനിക്കാണ് ആദ്യം മധുരം തരേണ്ടത്. എന്തിനാണാവോ എനിക്ക് ഷുഗർ കുറച്ചുണ്ട് എന്നുള്ളത് അറിഞ്ഞില്ല. ആ സന്തോഷത്തിന് നന്നായി ഇന്ന് തരും മധുരം തരും. അത് കഴിഞ്ഞ് പേരക്കുട്ടി ഉണ്ടാവിടെ നിന്ന് തരും മധുരം തരും. ഓക്കെ, ആ കുട്ടി പാത്തിച്ചിട്ടുണ്ട്. കുഞ്ഞേച്ചിക്ക് ഒരു ഉണ്ണി ഉണ്ടാവും. കുട്ടി പാത്തിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഉണ്ണി തന്നെയാ. അവൾക്ക് അത് കാർത്തു ചേച്ചിയായി. അവള് ചേച്ചിയാ. അപ്പൊ ഞാൻ കാർത്തു ചേച്ചി മോള് മേമയാവാന്നു. അപ്പൊ അവള് ഇങ്ങനെ ചേച്ചിയാവാ. അപ്പൊ അവൾക്ക് ചേച്ചിയാണെങ്കിൽ അവളെ അമ്മയ്ക്ക് ഉണ്ണി ഉണ്ടാവും. ഓ ഡിഫൻഡർ ഇവിടെ, അതാ ഡിഫൻഡർ അതോടെ പോയി. അപ്പൊ അമ്മയ്ക്ക് ഉണ്ണി ഉണ്ടാവും, കുഞ്ഞിന് ഉണ്ണി ഉണ്ടാവും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മോൻ ദിവസം എന്നോട് അത് അമ്മ എങ്ങനെ ഉണ്ണിയോട് ഉണ്ടാവും ചോദിച്ചോട്ടാ. ലാസ്റ്റ് പ്രാർത്ഥിച്ചത് വെട്ടിക്കോളോ. ലാസ്റ്റത്തെ പ്രാർത്ഥന വെട്ടിക്കോ കുഞ്ഞേച്ചിക്ക് ഉണ്ടായിക്കോട്ടെ, നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ രണ്ടും ഉണ്ടോ കൂടെ ഒരുമിച്ച് നമുക്ക് മേടിക്കാനല്ലേട്ടാ. എന്നിട്ട് ഉണ്ണി ഉണ്ടായിട്ട് അറിഞ്ഞ രണ്ടാളെ പ്രസവം ഒരു ദിവസം പ്രസവിക്കാൻ എനിക്ക് സൗകര്യം. അത് ഞങ്ങൾക്ക് കാശിക്ക് ടിക്കറ്റ് പോകാൻ. പിന്നെ 5 എണ്ണം ഞങ്ങൾ. അപ്പൊ എന്താ അവസ്ഥ? ഞങ്ങളുടെ ആഗ്രഹമാണ് കുഞ്ഞിനോട് പെട്ടെന്ന് ഒരു ഉണ്ണി ഉണ്ടാവട്ടെ. അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര പെട്ടെന്ന് ആവട്ടെ അല്ലാണ് കേട്ടാ. അപ്പൊ കുണുക്ക് എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ണി ഉണ്ടായിട്ടാണ്. ഒരു ഗുളിക കഴിക്കണുണ്ടെങ്കിൽ ഗുളിക കഴിച്ചാലും ഉണ്ണി ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ 4 ഗുളിക കഴിച്ചിട്ടുണ്ടല്ലോ. മേടിച്ചു കൊടുക്കണം. എന്നിട്ട് കഴിക്കാൻ എനിക്ക് മേടിച്ചു തരുന്നതാണ് നമുക്ക് കുട്ടികളാണ്. അപ്പൊ എന്നോട് അപ്പൊ ഒരു ഗുളിക മേടിച്ചു. അപ്പൊ അത് ആരോടി. അപ്പൊ ഞാൻ കുഞ്ഞിനെ അപ്പൊ മേടിച്ചു കൊടുത്താലോ ഗുളിയാന്ന് വെച്ചു. അവന് കുഞ്ഞിന് ഉണ്ണി ഉണ്ടാവണമെന്ന് വെച്ചില്ലേ. അപ്പൊ നമ്മൾ മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അത് അച്ചു മേടിച്ചു കൊടുക്കേണ്ട ഗുളിയാണ്. അച്ചു മേടിച്ചു കൊടുത്താൽ കുറേ കാശാണ് ഗുളിയുടെ വില. അപ്പൊ അച്ചു മേടിച്ചു കൊടുക്കണമെന്നുണ്ട്. അപ്പൊ എന്നോട് എടുത്ത വേഷം അച്ചു വന്നു. അച്ചു വന്നപ്പോ കൊടുക്കാൻ പോയിട്ട് അച്ഛനോട് അച്ചു കുഞ്ഞിന് കുറച്ച് ഗുളിക മേടിച്ചു കൊടുക്ക അച്ചു. അപ്പൊ അച്ചു എന്തിന് അച്ഛനറിയില്ലല്ലോ ഞങ്ങളിങ്ങനെ. അപ്പൊ എനിക്ക് മനസ്സിലായി അച്ചു കുഞ്ഞിന് കുറച്ച് ഗുളിക മേടിച്ചു കൊടുക്കുക. അച്ചു ഉണ്ണി ഉണ്ടാവാൻ്റെ കുഞ്ഞിന്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ കാര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് അവരെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണെന്നാണ്. അപ്പൊ ഇനി കുഞ്ഞിനെ ഗുളിക മേടിച്ചു കൊടുക്കണല്ലോ കൊടുക്കാ. അച്ഛനോട് പറയണേട്ടാ നമുക്ക് കുഞ്ഞിനെ ഗുളിക മേടിച്ചെടുക്കേ. അപ്പൊ നമുക്ക് ഗുളിക മേടിച്ചോളാം കേട്ടാ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ആദ്യം നമ്മുടെ ചേച്ചിക്ക് മധുരം കൊടുക്കാൻ പോയല്ല കുഞ്ഞി പൊന്നിന്. എല്ലാവരും ആലോചിച്ച് കൊടുത്തോളൂ കേട്ടോ മധുരം. ഓക്കെ, പൊന്നിന് മധുരം കൊടുക്കാൻ പോവാ. ഈ 3 എണ്ണത്തിന്റെ പാരൻസ് ഞാനാണ്. നമ്മൾ രണ്ടാളാണ് കേട്ടാ. അല്ല കാർത്തു നമ്മളോട് 1 മണിക്കൂർക്ക് നിന്ന് കാത്തു. ഇപ്പൊ കുറച്ച് നേരം അവർക്ക് അമ്മയെ കാണുന്നുണ്ട് വാശി. അപ്പൊ അമ്മേനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അയാള് വലിയ ഗമയിലൊക്കെയാണ്. 2 കുട്ടിയുടെ അച്ഛനായതിന്റെ ഗമയെ തോന്നുന്നു. അങ്ങനെ ഒരു അഹങ്കാരമില്ലാത്തൊരു മനുഷ്യ. കണ്ട 2 കുട്ടികളുടെ അച്ഛനായ ഇങ്ങനെ നിന്ന് കൊടവേറൊക്കെ ചാടിയുണ്ട്. നോക്കുന്ന ഇവനാണ് വിശേഷം. ഇവനാണ് വിശേഷം. ആങ്ങളെ മധുരം കൊണ്ട് പോകണ്ട് ചേച്ചിക്കുള്ളത്. പൊന്നിനെ കാണണം. അവര് പോയിട്ടെടുത്ത സാധനം കേട്ടാ. ആരുടെ പുത്രിക്ക്? നിങ്ങളുടെ പുത്രിക്കല്ല, എന്റെ പുത്രിക്ക്. വയറ് കാണാൻ എന്റെ വയറ് കാണാനല്ലാട്ടത് സന്തോഷം അറിഞ്ഞേല്. എന്റെ പെങ്ങൾക്ക് ആദ്യം ഞാൻ കൊടുക്കാന്ന് കേട്ടാ. പെങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായിട്ടേക്കണ്. അത് നിനക്ക് ഇഷ്ടതാ. നമ്മളെ എന്ത് സന്തോഷം നേരത്തെ നമ്മുടെ മക്കളുടെ കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ കൈ കൊണ്ട് എൻ്റെ മക്കൾക്ക് മധുരം കൊടുക്കണം. മധുരം കൊടുക്കണം എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അവർക്ക് മേടിച്ച് കൊടുക്കാൻ ആഗ്രഹം കേട്ടോ. അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുക, മേടിച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പം നമ്മുടെ പൊന്നു
വൈറ്റേനും ഉണ്ണിവാവയ്ക്കായി. ഇനി കുറച്ചാൾ ഞങ്ങൾ ഉണ്ണിവാവയ്ക്കുള്ള കാത്തിരിപ്പായിരിക്കില്ല ചേട്ടാ. കുറച്ച് നാളായിട്ട് ഇങ്ങനെ നമുക്ക് റെസ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളാണ്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ എടുക്കാൻ തോന്നിയിരുന്നു കേട്ടോ. സോ അതുവരെ എനിക്ക് കുഞ്ഞു മക്കളുടെ എടുക്കാൻ ഭയങ്കര ആവശ്യം. പക്ഷേ ഇപ്പോൾ ഒരു നിരാശ, അയ്യോ എന്ത് രസമല്ലേ അവരെടുക്കാൻ, കുഞ്ഞു കുട്ടികളുടെ സ്മെല്ല്, കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ എടുക്കുക. അതൊക്കെ കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ റീൽസ് കാണുമ്പോൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നിനോ കുഞ്ഞിനോ ആരെങ്കിലും ഒരാൾക്കാവട്ടെ എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഒരാൾക്കായി. അടുത്താൾക്ക് എത്രയും പെട്ടെന്ന് ആവട്ടെ. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. എന്തായാലും നമ്മുടെ വീട്ടിൽ ഒരു നല്ലൊരു ഉണ്ണി, ആണായാലും പെണ്ണായാലും എന്തുണ്ടായാലും കുഴപ്പമില്ല, ഒരു ആപത്തുകൊണ്ടും ഇല്ലാണ്ട് നല്ലൊരു കുട്ടീനെ ഞങ്ങൾക്ക് ദൈവം തരണേ. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. അങ്ങനെ പൊന്നു വീണ്ടും ഉണ്ണി ഒരു അമ്മയായിരിക്കുകയാണ്. എന്തായാലും ഞാൻ എൻ്റെ പൊന്നുവിൻ്റെ കാർത്തൂൻ്റെ പ്രായമുള്ള പൊന്നുവിനെയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ. നമ്മുടെ മനസ്സിൽ നമ്മുടെ മക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ അവളും 2 മക്കളുടെ അമ്മയായി. ഇങ്ങനെ വർഷങ്ങൾ പോകണത് അറിയണില്ല. മൂക്കടഞ്ഞിട്ട് എൻ്റെ ശബ്ദത്തിനൊരു മാറ്റം. അപ്പോൾ ഇവിടെ ചേച്ചിക്ക് മധുരം കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമുള്ള പാലട, അങ്ങനെ ഓരോരുത്തരായിട്ട് മധുരമൊക്കെ കൊടുത്തു. ഞങ്ങളുടെ ഇന്നത്തെ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാണ്ട് തന്നെ അന്വേട്ടൻ്റെ അനിയനും ഭാര്യയും മോനും കണ്ടിട്ട് അവരോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അച്ഛമ്മ വെച്ചിട്ട് കുറച്ച് ദിവസം മുന്നേ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും വിളിച്ച സന്തോഷ വാർത്തയൊക്കെ അറിയിച്ച എല്ലാവരോടും സത്യനിശിനെയും മേലിമേനെയൊക്കെ വിളിച്ച് അവർ സന്തോഷ വാർത്ത പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ടാണ് നമ്മൾ. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിന് വരാൻ പറ്റാത്തതിൻ്റെ വിഷമം കുഞ്ഞിനെ ഇപ്പോൾ വിളിച്ചിട്ട് ഇത്ര ദൂരെ ആയിക്കാരണം അമ്മ വർക്കായി കാരണം എനിക്ക് വരാൻ പറ്റുന്ന സാരില്ല. വരുമ്പോൾ ഞാൻ അവൾക്ക് വിഷുവിന് വരാനുള്ള നാളെയൊക്കെ അവൾക്ക് വർക്കുണ്ട്. അവളുടെ ഒരു ജീവിതമാർഗ്ഗമല്ലേ, നമ്മളത് നോക്കണം. പിന്നെ വന്നിട്ട് പോകാമെന്ന് വെച്ചാൽ എളുപ്പമല്ല. അവൾക്ക് 4 മണിക്കൂർ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം മംഗളമായി നടക്കട്ടെ, ദൈവത്തിനോട് പ്രാർത്ഥിക്കും.